ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ആണോ? സമയം വാച്ചെടുത്തില്ല. എന്തായാലും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വീണ്ടും മുക്കുടം മാർക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ആയിഷ ട്രേഡേഴ്സ്. നമ്മൾ 2-3 പ്രാവശ്യം കാണിച്ചിരുന്നത് ആയിഷ ട്രേഡേഴ്സ്. ഓക്കെ, നമ്മളെ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. ആയിഷ ട്രേഡേഴ്സിൽ എന്തൊക്കെയോ വിശേഷങ്ങളുണ്ട്, പുതിയ കാര്യങ്ങളുണ്ട്, അറിയാം. നമുക്ക് ഉക്കുടം മാർക്കറ്റിൽ എന്താണ് ഉള്ളതെന്ന് അറിയാം. ഇതേ നമ്മൾ ഈ കാണുന്ന സംഗതികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ കടയിലേക്ക് പോകട്ടോ, കൂടുതൽ പറയണ്ട. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട്? ഹലോ ശേഷാണ്. ഓക്കെ, എന്താണ് എന്നെ പുതുതായിട്ട് വിളിച്ചത്? എന്താണ്? നമുക്ക് ലോഡ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മക്കളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. എന്തൊക്കെയാണ് പുതുതായിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് കണ്ട മെഷീൻസ് തന്നെയാണ്. അതേപോലത്തെ ഒക്കെ ഫുള്ള് ലോഡും ഫുൾ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന മോട്ടർ അല്ലേ, ഇത് 500 kg ഫ്രെയിം ഇമ്പോർട്ടഡ് ആണ്. ഇതിൽ നമുക്ക് ഡബിൾ സൈഡ് ഹാൻഡിൽ വരുന്ന 3 HP മോട്ടറും 130 അടി വരുന്ന 8 mm റോപ്പിൽ വരുന്ന മോട്ടറാണ് ഇത്. സിംഗിൾ ഫേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സിവിൽ പരിപാടി ചെയ്യുന്നവര്, മറ്റേ കിണർ പരിപാടി ചെയ്യുന്നവർക്കൊക്കെ ഈ മെഷീൻ വാങ്ങിച്ചാല് നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു 10,000 രൂപയുടെ ലേബർ ചാർജ് നമുക്ക് ലാവാക്കാം, നമുക്കത് ലെസ്സാക്കാം. ഇതിൽ നമ്മൾ ഒരു ഫ്രെയിം, ഇതുപോലത്തെ ചങ്ങല, ഒരു മോട്ടർ, റിമോട്ട് പറയുന്ന മെഷീനിൽ തന്നെ വന്നു. റിമോട്ട് പറയുന്ന മെഷീനിൽ വന്നു. ഇതല്ലാണ്ട് എക്സ്ട്രാ സ്പെയറിന് ഒരു റിമോട്ട് മെഷീൻ വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ മെയിൻ ലാബർ കാസ്റ്റ് ലെസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് റിമോട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ആയി പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവാതിരിക്കും. അത് കാരണം ഇപ്പൊ തന്നെ ഒരു റിമോട്ട് സ്പെയർ ആയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. പിന്നെ സ്റ്റാൻഡ് ഫിറ്റ് ആക്കാൻ നെറ്റ് ബോൾട്ടും പിന്നെ അതിൽ വരുന്ന സ്പാനർ കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ തരും. പുറത്ത് പോയി ഒന്നും വാങ്ങിക്കണ്ട. ഇതിൽ നമുക്ക് 2 അർബാന കൊടുക്കും. ഇവിടെ കാണുന്ന അർബാന അല്ലേ, ആ പച്ച കളറിലെ അർബാന, 2 അർബാന, ഇത് രണ്ടും അതിന്റെ ഒപ്പം വരുന്നതാണ്. ഇപ്പൊ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ ആദ്യം വന്നതിനേക്കാളും ഒരുപാട് ഓഫറുകൾ. അതെ, കുറെ സാധനങ്ങൾ കൂടുതൽ. നമുക്ക് വീഡിയോ ചെയ്യുന്ന കാരണം മാർച്ചാണ് അക്കൗണ്ടിങ് ഇയർ പറയുമ്പോ മാർച്ചാണ് എൻഡിങ്. അപ്പൊ ഇയർ എൻഡിങ് ഓഫർ ആയിട്ടാണ് നമുക്ക് ഇത് സാധനം ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് ഈ ടോട്ടൽ സെറ്റ് അങ്ങനെ വാങ്ങിക്കുമ്പോ 48,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 48,000? അതെ. ഈ സാധനം കേരളത്തിൽ വാങ്ങിക്കാൻ പോയാൽ 60,000 രൂപ കൊടുക്കണം. അതേപോലെ 12,000 രൂപ നമുക്ക് ഇതിൽ നമുക്ക് സേവ് ആക്കാം. പിന്നെ ഇപ്പൊ ഇവിടെ കാണുന്നത് അതേപോലത്തെ 800 kg ഫ്രെയിം ആണ്, മഞ്ഞ കളർ ഫ്രെയിം കാണില്ലേ. ഇതിലെ വരുന്ന മോട്ടർ പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മേക്കിന്റെ മോട്ടർ, 5 HP പവർ, സിംഗിൾ ഫേസിന്റെ പവർ ആണ്. റോപ്പ് പറയുമ്പോൾ ഇതിൽ 166 അടി റോപ്പ് ഉണ്ട്. മറ്റേത് നമ്മൾ 135 അടി പറഞ്ഞു, ഇതിൽ 166 അടി വരെ റോപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഫ്രെയിം ഒക്കെ ഹെവി ഫ്രെയിം വെച്ചിട്ട് അതുപോലത്തെ ചങ്ങല, 2 അർബാന വെച്ചിട്ട് നമുക്ക് പച്ച കളർ അർബാന ഉണ്ട്, അത് 1 mm ഷീറ്റ് ആണ്. ഇവിടെ നീല കളർ കാണുന്നത് 2 mm ഷീറ്റ് ആണ്. രണ്ടും തമ്മിൽ 10 കിലോ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ 2 അർബാന പൊന്തിക്കുന്ന ചങ്ങല, എക്സ്ട്രാ സ്പെയറിന് റിമോട്ട്, ഇതൊക്കെ വെച്ചിട്ട് 58,000 രൂപയ്ക്ക് നമുക്ക് സാധനം കൊടുക്കാം. ഇപ്പൊ ഇവിടെ കാണുന്നില്ലേ, ഏറ്റവും വലിയതാണ് ഇത്. ഇത് 1000 കിലോ കപ്പാസിറ്റി ആണ്. നമുക്ക് ഈ 2 തമ്മിലുള്ള ഈ ചങ്ങല നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിന്റെ ഹുക്കും ഇതിന്റെ ഹുക്കൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം അത് 1000 കിലോ വരെ പൊക്കുന്നതാണ്. മാക്സിമം നമുക്ക് അതിൽ 10 ഫ്ലോർ ഉപയോഗിക്കാം. ഇതിൽ വരുന്ന മോട്ടർ പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഫേസിന്റെ ഹെവി ഡ്യൂട്ടി പാനലൊക്കെ വെച്ചിട്ട് ഹെവി ആയിട്ട് വരുന്ന റോപ്പാണ്. റോപ്പ് പറയുമ്പോൾ 10 mm റോപ്പാണ്. ഇന്ത്യയിൽ നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യുന്ന 10 mm റോപ്പ് വെച്ചിട്ട് ഹെവി ഡ്യൂട്ടി ഗിയർ ബോക്സ്, വലിയ ഡ്രം വെച്ചിട്ട് ഡബിൾ സൈഡ് കൂളിംഗ് ഫാൻ ഓപ്ഷൻ ഉണ്ട്, വോൾട്ടേജ് ഡിസ്പ്ലേ. പാനൽ എന്ന് പറയുമ്പോൾ ഹെവി ഡ്യൂട്ടി പാനലാണ്. നമുക്ക് ടോട്ടൽ നമുക്ക് 100 അടി വരെ റോപ്പ് ഉണ്ട്. 10 mm റോപ്പ്, സ്റ്റീൽ റോപ്പാണ്. ഫ്രെയിം പറയുമ്പോൾ ഹെവി ഡ്യൂട്ടി 1000 kg ഫ്രെയിം. നമുക്ക് ഇത് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്യുന്ന പോലെ ഫ്രെയിമാണ്. ഇത് നമുക്ക് ടോട്ടൽ സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 77,000 രൂപ ഉണ്ട്. ഓഫർ റേറ്റിൽ വരുമ്പോൾ നമുക്ക് 69,000 രൂപയ്ക്ക് ഈ സാധനം. അതെ. ഇതിന്റെ സ്റ്റോക്ക് എന്താ ചോദിച്ചാ അതാ ഇവിടെ കാണുന്നതൊക്കെ ഈ വലിയ മോട്ടറിന്റെ സ്റ്റോക്കാണ്. ഈ കാണുന്നതെല്ലാം. അതെ, ഓക്കെ. ഈ ബോക്സുകൾ വെറും കാലി ബോക്സുകളല്ല, ഹെവിയാണ്. എല്ലാത്തിനും ഉള്ളിൽ സാധനം വരുന്ന ബോക്സ് ആണ്. ഈ മോട്ടർ മാത്രം നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 30 പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ആരും സ്റ്റോക്ക് ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ ആ മോട്ടർ കാണുമ്പോൾ ഇവിടെ ഒരു 100 പീസ് അടക്കം റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. അടിപൊളി. 500 kg സ്റ്റാൻഡിൽ വരുന്ന മോട്ടർ ആകുമ്പോൾ നമുക്ക് 40 പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണ്. പിന്നെ മറ്റേ ഫ്രെയിമിന് പറയുമ്പോൾ ഇതൊക്കെ അതിന് ഫ്രെയിമുകളാണ്. മറ്റേ മഞ്ഞ കളർ ഇത് കാണിച്ചില്ലേ, അതിൽ വരുന്ന ഫ്രെയിമുകളാണ്. ഫ്രെയിം മൊത്തം 3 പാർട്ടായിട്ട് വരിക. മോളിൽ വരുന്ന ബൂം ഒരു പാർട്ട്, താഴത്ത് വരുന്ന സ്ക്വയർ ഒരു പാർട്ട്, സെൻട്രൽ പോസ്റ്റ് ഒരു പാർട്ട്. ഇതൊക്കെ നമുക്ക് ഇതുണ്ട്. ഇവിടെ കാണുന്നൊക്കെ മറ്റേ ചെയിൻ ബ്ലോക്കുകള്, പിന്നെ ഇവിടെ കാണുന്നൊക്കെ ലോഡുകൾ നമുക്ക് വണ്ടിയിൽ കയറ്റി നമുക്ക് അത് ടൈറ്റ് ആക്കണം പറഞ്ഞാ പണ്ടത്തുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ കൈ ഇട്ടിട്ടാണ് മുറുക്കുക. ഇത് അതിന് അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന രാച്ചറ്റ് ലാക്ക് പറഞ്ഞ ബെൽറ്റ് പറയും. സിമ്പിൾ ആയി നമുക്ക് കയ്യിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി, അവർക്ക് ലോഡ് ഒന്നും ഉണ്ടാവില്ല.
പല ആളുകൾക്ക് ലാരിയുടെ കൈ പിടിച്ച് വലിക്കണം, 2-3 ആൾക്കാർ വലിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ലിവർ മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഈസി ആയിട്ട് നമുക്ക് സാധനം ലോഡ് ആയിക്കോളും. ഇപ്പൊ ഓറഞ്ച് കളറിൽ വരുന്നത് 3 ടൺ കപ്പാസിറ്റിയാണ്. മുകളിൽ വരുന്നത് ബ്ലൂ കളർ കാണുന്നില്ലേ, അത് 5 ടൺ കപ്പാസിറ്റിയാണ്. ഇതിൽ കുറെ കപ്പാസിറ്റീസ് നമ്മുടെ 10 ടൺ നമ്മുടെ കയ്യിൽ കപ്പാസിറ്റി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണുന്നൊക്കെ ചെറിയ ചെറിയ മോട്ടറുകളാ, 500 kg വരുന്ന മോട്ടറുകളാണ്. ഇത് നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് വരുമ്പോൾ 40 പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇവിടെ കാണുന്നൊക്കെ ഓരോ ചെയിൻ ബ്ലോക്സ് ആണ്, കുറെ പാക്കിംഗ് കാണില്ലേ, ഓരോ ചെയിൻ ബ്ലോക്കും അതിന്റെ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ്. നമ്മൾ ഇതിന്റെ പ്രൈസ് കേട്ടു, ഗോഡൌണിലെ സ്റ്റോക്ക് കണ്ടു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് പറയണ്ടേ? അതൊക്കെ നമ്മുടെ സാധനം ഇന്ത്യയിൽ പറയുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ക്രോസ് ബി പറഞ്ഞ ബ്രാൻഡാണ്. ഇന്ത്യയിൽ ഏറ്റവും ഒരു ബ്രാൻഡ് ഇമ്പോർട്ടർ അല്ലാണ്ട് ഇന്ത്യ ചെയ്യുന്ന ബ്രാൻഡ് പറഞ്ഞാൽ അത് ക്രോസ് ബി മാത്രമാണ്. നമ്മുടെ ബ്രാൻഡിന് സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്, എല്ലാവർക്കും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ആപ്പില് അത് ഇപ്പോ ആപ്പ് സ്റ്റോർ പറയുമ്പോൾ ആപ്പ് സ്റ്റോറിൽ ക്രോസ് ബിന്റെ അടിച്ചു കൊടുക്കുക. നമുക്ക് സാധനത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഈ ഷീറ്റൊക്കെ കണ്ടാലോ, ഇതൊക്കെ നമ്മൾ ലാസറിൽ ബെൻഡ് ചെയ്യുന്ന ഷീറ്റുകളാണ്. എല്ലാ ട്രോളിയിലും എവിടെ ആൾക്കാർ എവിടെ ട്രോളി വാങ്ങിച്ചാലും ഇതുപോലത്തെ ബെൻഡിങ് എവിടെയും കാണില്ല. കാരണം ഇവിടെ വെച്ചിട്ട് വെൽഡിംഗ് ടാക്ക ചെയ്യാം, ഒരു ടാക്ക ചെയ്തിട്ട് എല്ലാ ലൈൻ അങ്ങനെ പോകും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ലാസറിൽ ബെൻഡ് ചെയ്തതാണ്, എല്ലാ ഭാഗത്തും ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡ് ബെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ സൈഡ് ടോട്ടൽ ഫുള്ള് ബെൻഡിങ് ചെയ്തതാണ്. അതെല്ലാം നമുക്ക് അടിയിൽ പട്ട വെൽഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പട്ട, അടിയിൽ 2 പട്ട, അതല്ലാണ്ട് ഷാഫ്റ്റിന് എക്സ്ട്രാ ഒരു ലെയർ. ടയർ നമുക്ക് കൊടുക്കുന്നത് 408 ടയറാണ്. പുതിയ ടയറാ കൊടുക്കുക, പുതിയ ബെയറിംഗ് കൊടുക്കുക, എല്ലാം പുതിയതാണ് കൊടുക്കുക, ഏതും സെക്കൻഡ്സ് ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് ക്വാളിറ്റിനെ കുറിച്ച് ആരും പേടിക്കേണ്ട, ഹെവി ട്രോളിയാണ്. നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് സാധനം മുകളിൽ പോകുമ്പോ ഉറപ്പായിട്ട് ലോഡ് അങ്ങനെ കറങ്ങും, അറുപാടെ കറങ്ങും. അതിനുവേണ്ടി നമ്മൾ റൊട്ടേറ്റ് ഹൂക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റൊട്ടേറ്റ് ഹൂക്ക് ആകുമ്പോൾ നമുക്ക് റോപ്പിന് ഒരു ഡാമേജ് വരില്ല. നമുക്ക് കണ്ടില്ലേ, ഉറപ്പായ സാധനം മുകളിൽ വരുമ്പോ സാധനം ഉറപ്പായി ചുറ്റും. ഇതിന്റെ സ്പീഡ് പറയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 to 5 ഫ്ലോർ വരെ സാധനം ഈസി ആയിട്ട് മുകളിൽ പൊങ്ങും. 1 മിനിറ്റില് 40 to 50 അടി വരെ നമുക്ക് സാധനം ഈസി ആയിട്ട് മുകളിൽ പൊക്ക താഴെ ഇറക്കും ചെയ്യാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻ കേസ് പവർ ഓഫ് ആയി പറഞ്ഞാൽ ലിവർ കാണില്ലേ, അപ്പൊ ഈ ലിവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മെല്ലെ സാധനം താഴെ ഇറക്കാൻ പറ്റും, മുകളിൽ കയറ്റാൻ പറ്റില്ല. സാധനം മുകളിൽ കയറ്റി ബിൽഡിങ്ങിന്റെ ഉള്ളിലാക്കണം പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായി ഉള്ളിൽ വന്നോളും. നമ്മൾ കൊണ്ടുവന്ന മോട്ടർ ലാറ്റസ്റ്റ് ആണ്, ഡബിൾ സൈഡ് പിടിയൊക്കെ വന്നില്ലേ. ഇത് മെയിൻ കൊടുക്കാൻ കാരണം കുറെ പേര് ഇതാണ് നമ്മുടെ പണ്ട് ചെയ്ത മോഡൽ. ഈ മോഡൽ കണ്ട താഴത്ത് വരുന്നത് നമ്മൾ സർവീസ് വന്ന മോട്ടറാണ്. ഇതിന് ഹാൻഡിൽ ഒന്നും വെച്ചിട്ടില്ല. ഇത് ഇതുപോലത്തെ പിടി കൊടുക്കാൻ കാരണം ആൾക്കാരിന് മുകളിൽ 2nd ഫ്ലോർ 3rd ഫ്ലോർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് 2 ആൾ പിടിച്ചിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ടാണ് ഹാൻഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹാൻഡിൽ മോഡല് ആൾ ഇന്ത്യ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതേ മോഡലില് മാർക്കറ്റിൽ കുറെ ഇമ്പോർട്ടന്റ് സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് സെന്റർ പോസ്റ്റ് ഇല്ലേ, പോസ്റ്റിന്റെ താഴത്ത് ഇതുപോലത്തെ എക്സ്ട്രാ ബേസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഈ പ്ലേറ്റ് കണ്ട, ഒരു പ്ലേറ്റിന്റെ തിക്നെസ് 10 mm തിക്നെസ് ആണ്. അതുപോലത്തെ 20 mm തിക്നെസ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എക്സ്ട്രാ ഒരു സേഫ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇമ്പോർട്ടന്റ് ഒക്കെ എങ്ങനെ വരും പറഞ്ഞാൽ ഈ പോസ്റ്റ് ഈ ഭാഗത്ത് വരും, ഈ ഭാഗത്ത് വരും, ഈ ഭാഗം സെൻട്രൽ ഉണ്ടാവില്ല. പക്ഷെ നോക്കണം ഒരേപോലത്തെ ഉണ്ടാവും. അത് ആൾക്കാര് രണ്ട് ഒരേപോലെ സാധനമാണ്, ഇത് കുറച്ച് റേറ്റ് കമ്മിയായി കിട്ടുന്നതൊക്കെ പറയും. പക്ഷെ അതിന്റെ ടോട്ടൽ റേറ്റ് വരുമ്പോൾ 72 to 78 കിലോ വരുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രെയിം അങ്ങനെയല്ല, 95 to 98 kg ഈ സാധനം വരും. അപ്പൊ ഇതിലെ വരുന്ന ചങ്ങല കാണുന്നില്ലേ, ഹെവി ആയിട്ട് വരുന്ന ചങ്ങലയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഹുക്കും ഈ ചങ്ങല തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ നേരത്തെ കാണിച്ച 4 leg ചെയിനും ഈ ചെയിനും കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ചെയിൻ പറഞ്ഞാൽ 7 mm ചെയിനാണ്. 1 ton കപ്പാസിറ്റി ഹുക്ക്, ഒരു ഹുക്ക് 1 ton കപ്പാസിറ്റിയാണ്. മുകളിൽ വരുന്ന റിംഗ് പറഞ്ഞാൽ 2 ton കപ്പാസിറ്റി റിംഗ് ആണ്. ഇത് ഈ സാധനത്തിന് ഈ ഇത്ര ക്വാളിറ്റി കൊടുക്കാൻ കാരണം വലിയ വലിയ അപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ സാധനം എന്തായാലും നമുക്ക് സംഘം നടക്കുള്ളൂ. ഒരു 2 floor 3 floor ഒക്കെ ഇതുപോലത്തെ സാധനങ്ങൾ മതി. പിന്നെ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് 10 mm റോപ്പാണ്. 10 mm റോപ്പ് പറയുമ്പോൾ 6 ചെയ്തിട്ടില്ലാതെ ഹെവി ഡ്യൂട്ടി റോപ്പാണ്. റോപ്പ് പറയുമ്പോൾ നമുക്ക് 6/36 കൺസ്ട്രക്ഷൻ ആണ് വരിക. ഒരു പിരിയില് 36 കമ്പി ഉണ്ടാവും. മൊത്തം അതുപോലത്തെ 7 പിരികളുണ്ട്. അത്ര ഹെവി സ്റ്റീൽ റോപ്പാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടാൽ നമുക്ക് ടോട്ടല് റോപ്പ് ഡാമേജ് ആകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഹുക്ക് മാറ്റുമ്പോൾ റോപ്പ് ഡാമേജ് ആകാൻ പാടില്ല. അതിന് വേണ്ടി എക്സ്ട്രാ ഒരു ലെയർ മറ്റേ ഫെറലും തിമ്പിലൊക്കെ കൊടുത്തിട്ട് ഹെവി ആയിട്ട് വരുന്നതാണ് സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പൊ ഈ മോട്ടറിന്റെ സ്പീഡ് പറയുമ്പോ 1 മിനിറ്റിൽ നമുക്ക് 18 മീറ്റർ വരെ സ്പീഡ് പോകും. വൈൻഡിങ് പ്യൂർ കാപ്പർ വൈൻഡിങ് ആണ്. നമ്മുടെ കയ്യിൽ വൈൻഡിങ് മിക്സിങ്ങോ അലുമിനിയം കാപ്പർ പോലെ പെയിന്റ് അടിക്കുന്ന പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല. ആദ്യത്തെ വെയർ ഹൗസ് ആണ്. ഇവിടെ കാണുന്നതൊക്കെ മറ്റേ ഫ്ലോർ ക്രെയിൻ എന്ന് പറയും. ഈ 4 വീലറിന് എഞ്ചിനൊക്കെ കേട് വന്നാല് ആ സാധനം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ എഞ്ചിൻ ക്രെയിൻ എന്ന് പറയും. ഇവിടെ കാണുന്നത് ഫുള്ള് റോപ്പുകളാണ്. ഇവിടെ കാണുന്ന കുറെ ബെൽറ്റുകളല്ലേ, ഇതൊക്കെ കുറെ യൂസിന് വലിയ വലിയ നമുക്ക് മൊബൈൽ ക്രെയിൻ സർവീസ് ഒക്കെ ഇല്ലേ, അതിൽ ഉപയോഗിക്കുന്ന ബെൽറ്റുകളാണ്. ഇത് നമുക്ക് തടി വലിക്കാനും തടി പൊക്കാനും വണ്ടി ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി അതിനെ വലിച്ചു കൊണ്ടുവരണം, അതിനുള്ള പരിപാടിക്കൊക്കെ ഇതുപോലത്തുള്ള ബെൽറ്റ് ഉപയോഗിക്കാം. കുറെ പേര് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസും അല്ലാണ്ട് സിവിലിൽ കുറെ പേർക്ക് ഇതുപോലത്തെ ബെൽറ്റുകൾ ആവശ്യപ്പെടും. ഇതൊക്കെ നമുക്ക് ഒരു സൈസിൽ നമുക്ക് 100 പീസ് വരെ റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. നേരത്തെ പച്ചക്കുറലിന് ഒരു 100-150 മോട്ടർ കാണിച്ചു. ഇവിടെ കാണുന്നതൊക്കെ ഓരോ മോഡലിൽ വരുന്ന കുറെ മോട്ടറുകളാണ്. ഇത് 500-1000 kg വരുന്ന മോട്ടറാണ്. S2 സീരീസ് എന്ന് പറയും, മോഡൽ S2 എന്ന് പറയും. ഇത് നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. അതെല്ലാം സിംഗിൾ ഫേസ്, ഇതൊക്കെ സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ മോട്ടർ 3 ഫേസിൽ വരുന്ന ഉപയോഗിക്കുന്ന മോട്ടറുകളാണ് ഇതൊക്കെ. ഇത് 1000 കിലോ കപ്പാസിറ്റി, 60 മീറ്റർ, 200 അടി റോപ്പ് വരുന്ന വരെ മോട്ടർ റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇവിടെ കാണുന്ന മോട്ടർ സിംഗിൾ ഫേസിന്റെ 166 അടി വരെ റോപ്പ് വരുന്നുണ്ട് മോട്ടറാണ്. ഇത് വെറും 18,000 രൂപ ഉള്ളൂ. സിംഗിൾ ഫേസിൽ വരുന്നതാണ് 166 രൂപയാണ്. ഇത് ഇവിടെ അതിൽ വരുന്ന എക്സ്ട്രാ പാക്കിംഗ് ആണ്. ഇപ്പൊ ഇവിടെ മാത്രം ഒരു 30 പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. മറ്റേ 800 kg ഫ്രെയിമിന്റെ സെന്റർ വരുന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ. 1000 kg വലിയ സ്റ്റാൻഡ് പറഞ്ഞതാണ്. അതിൽ വരുന്ന താഴത്ത് വരുന്ന ബേസ്മെന്റ് റെഡി ആയിട്ട് ഇപ്പൊ തന്നെ ഒരു 20 പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. അതിൽ വരുന്ന സെന്റർ പോസ്റ്റുകൾ 500 kg സ്റ്റാൻഡ് പറഞ്ഞത് അതില് റെഡി സ്റ്റോക്ക് ആയിട്ട് ഒരു 50 പീസ് പോസ്റ്റ് എല്ലാം ഉണ്ട്. അതില് മുകളിൽ വരുന്ന ബൂം, അതില് താഴത്ത് വരുന്ന എക്സ്ട്രാ വരുന്ന സ്ക്വയർ ഫ്രെയിം. ഇത് 1000 kg വരുന്ന വലിയ ബൂമിന്റെ ഇത്. പിന്നെ ഇവിടെ കാണുന്നൊക്കെ റിമോട്ടുകള്, ചെയിൻ ബോക്സ്, ഹാൻഡ് ബെഞ്ച്, കുറെ ഐറ്റം ലിഫ്റ്റിംഗിൽ വരുന്ന എല്ലാം റെഡി സ്റ്റോക്ക് ആയിട്ട് ഇന്നലെ വന്ന വലിയ കണ്ടെയ്നറാണ്. അപ്പൊ അത് നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ്ട. അതിന് വേണ്ടി മെയിനായി വാർപ്പിച്ചത്. കാരണം കുറെ പേർക്ക് സംശയം തോന്നിക്കുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഹോൾസെയിൽ ആണ് കുറെ സംശയമാണ്. ഹോൾസെയിൽ ചെയ്യുന്നവർ മാത്രം ഇത്ര സ്റ്റോക്ക് വയ്ക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ നമ്മൾ മെയിനായി ചെയ്യുന്ന കാരണം. പിന്നെ ആൾക്കാർ കേരളത്തിൽ നിന്ന് വിളിക്കുമ്പോ സാധനം സ്റ്റോക്ക് ഉണ്ടോ, ഇന്ന് പൈസ അയച്ചാ സാധനം നമുക്ക് എപ്പോ കയ്യിൽ കിട്ടുന്നൊക്കെ സംശയം ചോദിക്കണ്ടേ. അവർക്ക് വേണ്ടിയിട്ട് മെയിനായി വീഡിയോ ചെയ്യാൻ കാരണം എപ്പോ പൈസ അയച്ചാലും റെഡി സ്റ്റോക്ക് ആയിട്ട് മിനിമം 100 പീസാണ് നമ്മുടെ കയ്യിൽ മൺകി കിലോന് സ്റ്റോക്ക് ഉള്ള. അതുപോലത്തെ മോട്ടർ നമുക്ക് മിനിമം 200 പീസ് ആയിട്ട് സ്റ്റോക്ക് ഉണ്ടാവും. 200 പീസ്. അതെ. പിന്നെ അർബാണെങ്കിൽ റെഡി ആയിട്ട് 100 പീസ് അർബാന പുറത്ത് എപ്പോഴും റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അതിനെ കുറിച്ച് സ്റ്റോക്കിനെ കുറിച്ച് ആരും പേടിക്കണ്ട. നമ്മൾ ഓൾ ഇന്ത്യ സപ്ലൈ പണുമാ. ഇത് ആൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യാം. നമുക്ക് വിത്ത് GST ആണ് ചെയ്യുന്നത്. അത് കാരണം എല്ലാ സ്ഥലത്തേക്കും എവിടെയും സപ്ലൈ ചെയ്യാം. ഇന്ന് എല്ലാ സ്ഥലത്തും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇന്ന് കൊടുത്താൽ നാളെ വരുന്ന പോലെയാണ് കേരളത്തിലുള്ള കുറെ 100 സർവീസസ് ഉണ്ട്. ഇന്ന് കൊടുത്താൽ നാളെ എത്തും. അപ്പൊ നമ്മൾ പേയ്മെന്റ് ഒക്കെ നേരത്തെ അടയ്ക്കണോ? എങ്ങനെയാണ് പേയ്മെന്റ്? നമുക്ക് അഡ്വാൻസ് ചെയ്യണം. അഡ്വാൻസ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് സാധനം ഉറപ്പായി ഇവിടുന്ന് കേട്ടിയ സാധനം നാളെ ഉറപ്പായി അവിടെ എത്തുകയും ചെയ്യും. നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, പക്ഷേ പുനലൂർ സൈഡ് കുറെ നമ്മുടെ നമ്പർ കൊടുക്കാം. കോട്ടയം വിളിച്ച നമ്പർ കൊടുക്കാം, കാലിക്കറ്റ് വിളിച്ച നമ്പർ കൊടുക്കാം, മലപ്പുറം, എവിടെ ആൾ ഓവർ കേരള, തമിഴ്നാട് എവിടെ വിളിച്ചാൽ നമുക്ക് റെഫറൻസ് എല്ലാം നമ്മൾ സപ്ലൈ ഉണ്ട്, എല്ലാം സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ നമ്മുടെ മോട്ടർ മാത്രം ഈ ഇതുപോലെ ലിഫ്റ്റ് മാത്രം 3500 മെഷീന് ആൾ ഓവർ സൗത്ത് സൈഡ് മാത്രം രണ്ടാറുണ്ട്. ഞാൻ പറയുന്നത് കർണാടക, കേരള, ആന്ധ്ര, പിന്നെ പോണ്ടിച്ചേരി, തെലങ്കാന ഈ സൈഡ് മാത്രം സൗത്ത് മാത്രം 3500 മെഷീൻ അടക്കം നമുക്ക് റണ്ണിംഗ് ഉണ്ട്. എവിടെ നിന്ന് വിളിച്ചാൽ നമുക്ക് നമ്പർ റെഫറൻസ് നമ്പർ കൊടുക്കുക. ആൾക്കാർ നേരിട്ട് പോയി കാണുക, നമ്മുടെ ക്വാളിറ്റിനെ കുറിച്ച് ചോദിക്കുക, മെഷീൻ എങ്ങനെ പെർഫോമൻസ് ചോദിക്കുക, പിന്നെ നമ്മൾ പൈസ അയച്ചാൽ മതി. ഓക്കെ. ഇത് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നമ്മള് കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് താഴ്ത്തി ഇറങ്ങിയാല് വലിയ പെട്രോൾ പമ്പ് കാണും. പെട്രോൾ പമ്പ് മുമ്പിൽ തന്നെ ഉണ്ട്. ഉക്കടം ന്യൂ മാർക്കറ്റ് പറഞ്ഞ ലേബിളാണ്. നമ്മുടെ ഷോപ്പ് 2 ഷോപ്പുണ്ട് നമുക്ക്. ആയിഷ ടെറസ് പറഞ്ഞ ഷോപ്പ്, ആയിഷ ലിഫ്റ്റിംഗ് സൊല്യൂഷൻ പറഞ്ഞ ഷോപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഉക്കടം പുതിയ മാർക്കറ്റിൽ നിന്ന് പതുക്കെ വിടവാങ്ങുകയാണ്. നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമ്മൾ 2-3 എപ്പിസോഡുകളിലൂടെ പരിചയപ്പെടുത്തിയ ആയിഷ ട്രേഡേഴ്സിന്റെ അവരുടെ പുതിയ സ്റ്റോക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്, പുതിയ വിവരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റിംഗ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സഹായങ്ങൾ വേണമെങ്കിലും എന്ത് പ്രോഡക്ട്സ് വേണമെങ്കിലും ആയിഷ ട്രേഡേഴ്സ് വിളിക്കുക. അതിന്റെ നമ്മൾ എല്ലാ ഡീറ്റെയിലും വാട്സാപ്പിലൂടെ ആയാലും ശരി, വീഡിയോ കോൾ ചെയ്ത് എല്ലാം പക്കാവ് ചെയ്തു തരാം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും,
വിളിക്കുക, സംശയം ചോദിക്കുക, നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആശ ലിഫ്റ്റിംഗ് സൊല്യൂഷൻ പേര്. ഓക്കെ, എന്ത് സൊല്യൂഷൻ ഇവിടെ വന്ന് ലിഫ്റ്റിംഗ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് അതുപോലെ ഒത്തിരി മെഷീനറീസ് ഒക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സുകളുണ്ട്. നിങ്ങൾ വന്ന് വാങ്ങാം, വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഇന്ത്യയിൽ എവിടെയും ഇവർ സപ്ലൈ ചെയ്ത് നൽകും. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അവരുമൊക്കെ ആയിട്ട് ഫീഡ്ബാക്കുകൾ അന്വേഷിച്ചതിന് ശേഷവും റിവ്യൂസ് ഒക്കെ അന്വേഷിച്ചതിന് ശേഷവും നിങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല കടകളും നല്ല അറിവുകളും ഒക്കെ ആയി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ വന്ന് വിടവാങ്ങുന്നത്. ജോബിംഗ് മണി സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.